ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗേൾസ് ഔട്ടിംഗ് ആണ്. നമ്മളിന്ന് നമ്മുടെ എമ്പുരാൻ ഫിലിം റിലീസാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ്ങിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു വൈകുന്നേരം 7:30 ഫിലിമിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു ഗേൾസ് ഔട്ടിംഗ് ആണ് കേട്ടോ, കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ. കാര്യം നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇതുപോലൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ താഴെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ എന്നിട്ട് വേഗം തന്നെ താഴേക്ക് പോയിട്ടോ. താഴെ ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വണ്ടി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയി നമ്മൾ മാളിലെത്തിയപ്പോഴാണെന്ന് വെച്ചെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ സിനിമ ഇറങ്ങിയ ദിവസമാണല്ലോ, പുറത്തെങ്കിലും മലയാളികളൊക്കെ ഒന്ന് കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. എവിടെ നമ്മൾ കറക്റ്റ് ഒരു 6 മണി 6:15 ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ ചെന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് എന്നിട്ട് നമ്മൾ മെക്ടിയിൽ കയറി അവർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു. കാരണം പിള്ളേർ പുറത്തിറങ്ങുന്നത് തന്നെ ഇതിനാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കയറാം, എന്നിട്ട് പിന്നെ ഇൻ്റർവെല്ലിൽ നമുക്ക്, കാരണം നമ്മൾ 7:30 ഫിലിമിനാണല്ലോ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിശന്നിട്ട് അവർക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മളങ്ങനെ മെക്ഡിയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു മലയാളി പയ്യനെ പരിചയപ്പെട്ടു കേട്ടോ നമ്മൾ. ആളിതുപോലെ ആരും ഇല്ല കമ്പനിക്ക് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആളാണെച്ചെങ്കിൽ ആരെങ്കിലും മലയാളികളെ കാണുമെന്നൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ കുറേ പരിചയപ്പെട്ടു ആളെ. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ എന്താ പറയുക ഫിലിമിന് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ തിരക്കൊന്നും ഇല്ല. പക്ഷേ ശരിക്കും സത്യം പറഞ്ഞാൽ അതായിരുന്നു. നമ്മൾ ടിക്കറ്റൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഫുള്ളായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക കുറച്ച് സീറ്റൊക്കെ കാലി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എല്ലാവരും അറിയാമല്ലോ ഫിലിം തുടങ്ങുന്ന ടൈം ആകുമ്പോഴാണ് കേട്ടോ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി. നമ്മളതിൻ്റെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ ഫിലിമിന് കയറി. ടൈമായപ്പോൾ നമ്മൾ ഫിലിമിന് കയറി. നമ്മുടെ ഫിലിം ആണിച്ചെങ്കിൽ എന്നിട്ട് കഴിയാനൊരു 10:45 കേട്ടോ. അപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒത്തിരി ടെൻഷനായി. കാരണം ഇത്രയും ലേറ്റായിട്ട് നമ്മൾ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങിയപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ, ഞങ്ങൾ കൊണ്ടാക്കി തരണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു വേണ്ട, ഓക്കെ ഞാൻ ബസ് അപ്പോഴേക്കും വണ്ടിയോ എന്താ പറയുക ബുക്ക് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ അതിൽ പോകുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തു കേട്ടോ, എനിക്ക് ആ വണ്ടി വരാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ വെച്ചിട്ടൊരു പയ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ ആളും കമ്പനിക്ക് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മലയാളികളെ കാണുമ്പോഴാണല്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. കാര്യം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒപ്പം മലയാളികളെ കാണുമ്പില്ല അവരുണ്ടല്ലോ, ഒന്ന് മിണ്ടാനെങ്കിലും ഒരാളുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഹെൽപ്പിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്ന് വരാനൊക്കെ വണ്ടി കിട്ടി. നമ്മളങ്ങനെ വീട്ടിലെത്തി, പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇതേ 11:30 ആയപ്പോഴാട്ടോ നമ്മളിതേ വീട്ടിലൊക്കെ എത്തി. അതേ പിള്ളേരെ വന്നുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഉറക്കം തൂങ്ങി വന്ന പിള്ളേരാട്ടോ. ഇവിടെ വന്നപ്പോഴേക്കൊന്ന് ഉഷാറായി അവർ. അതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവരെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫിലിമിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ധ്രുവയ്ക്ക് ഇഷ്ടമായില്ലേ? ധ്രുവ പക്ഷേ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടിട്ട് ആൾക്ക് പക്ഷേ ഒന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായൊന്നുമില്ല. ജസ്റ്റ് ഇടിയും ഇതൊക്കെ ആയപ്പോൾ വലിയ ഇഷ്ടമൊന്നും ആയില്ല. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, ഭയങ്കര ഇരിപ്പായിട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഇഷ്ടമായി, അമ്മ സിനിമ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ കഥ വല്ലതും മനസ്സിലായി. കഥയൊന്നും മനസ്സിലായില്ല, മനസ്സിലാവാണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സിനിമയിലാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല, കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സ്പോയിലറായിപ്പോവും. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മഞ്ജു വാര്യനാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിപ്പോയി. എന്താ പറയുക നമ്മൾ പറയില്ലേ രോമാഞ്ചം വന്നു പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ നല്ല നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര കോൺഫിഡൻസും ഒക്കെ ആയിട്ട്, ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ആ ഫേസിൽ കാണാം. നമുക്ക് എന്താ പറയുക ഒരു പാർട്ടീനെ ലീഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അതായത് ലൂസിഫറിൽ കണ്ടില്ലേ, ഫസ്റ്റ് പോർഷനിൽ കണ്ട അതുപോലത്തെ ഒക്കെ ഒരു ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണല്ലോ ഇതിലും പ്രിയദർശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ഫിലിം കണ്ട് തന്നെ മനസ്സിലാക്കണം എന്താണ് ഏതാണ്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫിലിം ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ഇരുട്ടായിട്ട്, രാത്രിയാണല്ലോ നമുക്ക് ഫിലിമിൻ്റെ ഇത് കിട്ടിയത്. തിരിച്ചു വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ വരും എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ള കാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ കുഴപ്പമില്ല, പേടിയൊക്കെ മാറി എന്തായാലും ഇന്നിപ്പോൾ പോയി വന്നപ്പോൾ. അപ്പോൾ ഇതെന്താ പറയുക, ഇതെനിക്കൊരു പ്രത്യേക ഒരു വേറെ തരം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ, അത് ഈ ടൈമിൽ പോകാമെന്ന് പറയുമ്പോൾ, കാരണം നമുക്ക് ഫസ്റ്റ് ബുക്ക് ചെയ്തപ്പോൾ ഈ ടൈമാട്ടോ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഷോസും കൂടുതലും വന്നു തുടങ്ങി. രാവിലെ 10 മണിക്ക് 1 മണിക്ക് അങ്ങനെയൊക്കെ ഷോസ് വന്നു. പിന്നെ നമ്മളിത് ബുക്ക് ചെയ്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബുക്ക് ചെയ്തതല്ലേ ഇങ്ങനെ നമുക്ക് ഈ ടൈമിൽ പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ പോയി. എന്തായാലും എനിക്ക് ഇഷ്ടമായി കേട്ടോ, പോയതും ഇഷ്ടമായി. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോയി പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമില്ലേ, അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു.